കാര്യം നിങ്ങളെ ഞങ്ങൾ എന്തിനാ ടി വിയിലിരുന്ന് കാണുക? നിങ്ങൾ ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്നതിന്റെ രസവും അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബുദ്ധിയും അതിലെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ ചില കുശാഗ്ര ബുദ്ധികള്, കള്ളക്കളികള്, ഇതൊക്കെ ചെയ്യാൻ രസമല്ലേ? അല്ലാതെ സത്യല്ലേ? സാബു പറഞ്ഞ് കേട്ടോ? നിങ്ങൾ എത്ര പേര് കേട്ടോ? സത്യമല്ലേ ഇത്? ഇതൊക്കെ എന്തിനാണ്? എന്ത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം എന്ന് പറഞ്ഞ മാതിരിയാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എപ്പിസോഡ് സാധാരണ കുറച്ച് കഴിഞ്ഞിട്ടേ കാണാറുള്ളൂ. അപ്പോൾ കാരണം നമ്മൾ റിവ്യൂ നെക്സ്റ്റ് മോർണിംഗിൽ ലൈവ് ആവുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ ഈ സമയം ലൈവ് കാണും. അപ്പോൾ ഇപ്പോൾ ലൈവിൽ നിങ്ങൾ എപ്പിസോഡിൽ ഒരു പക്ഷേ ചിലപ്പോൾ കാണുമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് എപ്പിസോഡിൽ ഇത് കാണിക്കില്ല എന്നുള്ള അറിയില്ല. സാബു മാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് പറയുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. സാബു മോൻ സീസൺ 1 വിന്നർ. ശരിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി, ബിഗ് ബോസ് വിന്നർ. കാരണം ബിഗ് ബോസിൻ്റെ വിന്നേഴ്സിൻ്റെ പട്ടിക എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ടോപ്പിൽ തന്നെ നിൽക്കാൻ യോഗ്യതയുള്ളൊരു വ്യക്തി ബിഗ് ബോസിലേക്ക് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നു. ടാസ്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ ടാസ്കിലാണ് മൂപ്പര് എൻട്രി ഉണ്ടായത്. എങ്ങനെയാണ് എൻട്രി ഉണ്ടായെന്നുള്ളത് ഒരുവിധം എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു, ടാസ്ക് കൊളാക്കിയത്. ഷാനവാസ് ടാസ്ക് കൊളാക്കിയിട്ടുള്ളൊരു വീഡിയോ. എനിക്ക് സത്യം പറയാലോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് അവിടെ കയറിയിട്ടുള്ള കണ്ടസ്റ്റൻസ് വെറുതെ അടിപിടി കൂടിയിട്ട് ഒരു ജാതി ബിഹേവിയർ കാഴ്ചവെച്ച് പൊട്ടത്തരം കാണിച്ച് തനി മൊണ്ണകളെ പോലെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെപ്പോലെ ഒരു പ്രേക്ഷകന് എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ടാസ്ക് കളിക്കുന്നു, നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു, അവർ ബുദ്ധി ഉപയോഗിക്കുന്നു, അവർക്ക് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെയാണ് നമ്മൾ ബിഗ് ബോസ് കാണേണ്ടത്. ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസ് കാണുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിൽ അങ്ങനെയായിരിക്കും ബിഗ് ബോസ് കാണുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ കാണുന്ന നമ്മളുടെ ഇടയ്ക്ക് ഒരു ടാസ്ക് വരുമ്പോൾ ടാസ്ക് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അതിനുള്ള ക്വാളിറ്റി ഇല്ലാതെയോ ചില ആൾക്കാർ ടാസ്ക് കോളാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടത്. ഷാനവാസിൻ്റെ കേസ്. സീരിയസ്ലി ഞാൻ ഇപ്പോഴും അതേ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു. ഭൂലോക ദുരന്തം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് പോകുന്ന ആൾക്കാർ കുറച്ചൊന്ന് ബിഗ് ബോസ് എന്താണെന്നുള്ള ഷോ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം ഓരോ വർഷങ്ങളിലും സീസണുകളും എന്തൊക്കെ ടാസ്ക്കാണ് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബോധം ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല കേട്ടോ. അത് മാത്രമല്ല, രണ്ടാമത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഷോ ആണെന്നുള്ളത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഷോ ആണ്, ഇവിടെ ഗ്രൂപ്പുകൾ ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്കൊരിക്കലും അങ്ങനത്തെ ആൾക്കാരല്ല എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിൽ വേണ്ടത്. ഞാൻ സംസാരിക്കുന്നത് ഷാനവാസിനെ പറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ സംഭവമുണ്ട്. ഈ ഒരു വാചകം ഞാൻ പറഞ്ഞത് ഇത് തന്നെ ഇപ്പോൾ സാബു അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് തരികട സാബു മോൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പും കൊണ്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ഷാനവാസിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം അതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഒരാൾ ചോദിച്ചു വൈ ദിസ് മച്ച് ഹെയ്റ്റ് ഫോർ എ പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് ചോദിച്ചു. നമ്മൾ ഒരാളെ പറ്റി നല്ലത് പറഞ്ഞിട്ടില്ല, ഇഷ്ടപ്പെടാത്ത പറഞ്ഞു വെച്ചാൽ അയാളായിട്ട് ഹെയ്റ്റ് എന്നാണ് അർത്ഥം. നമ്മൾ എന്തിനാണ് അവരെയൊക്കെ ഹെയ്റ്റ് ചെയ്യുന്നത്? ആൻഡ് വൈ ഷുഡ് ഐ ഹെയ്റ്റ് ഷാനവാസ്? നമുക്കെന്താ വെച്ചാൽ നമുക്കൊക്കെ എൻ്റെ നാട്ടിൽ നിന്ന് പോയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വിന്നറായി തിരിച്ചു വരാമെന്ന അഭിമാനം തോന്നുന്നതാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. ഐ ട്രൈ ടു സപ്പോർട്ട് ഹിം എ ലോട്ട്. പക്ഷെ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഉയരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ആരുടെയും കാശും വാങ്ങിയിട്ടില്ല, ഒരാളുടെയും ഫേവേഴ്സും കൈപ്പറ്റുന്നില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പോയിട്ടേ ഇരുപ്പേ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ പേഴ്സണൽ ലൈന്. എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ സാബുവിൻ്റെ ഒരു വോയിസ് കേട്ടോളൂ. എന്താണ് സാബു ബിഗ് ബോസ് സീസൺ വിന്നറാണല്ലോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ സാബു അതിനുള്ളിൽ വന്നിട്ട് പുറത്തുനിന്ന് ചെന്നിട്ടുള്ള ഒരാളുടെ ഒരു വോയിസ് എന്നുള്ള കണ്ടീഷനിൽ ഈ മരമൊണ്ണകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു സംഗതിയാണ്. വോയിസ് കേട്ടോളൂ. അൾട്ടിമേറ്റ്ലി ഇതൊരു എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന വീടാണെന്നും ഈ തരുന്നത് നമ്മളുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണെന്നും ഇത് കാണുന്നതാണ് ആളുകൾ ഓഡിയൻസിന് രസമൊന്നും കൂടെ നിങ്ങളൊന്നും മനസ്സിൽ വിചാരിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. സത്യല്ലേ? ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ അല്ലേ? ഇത് റിയാലിറ്റി എൻ്റർടൈൻമെൻറ്റ് ഷോ അല്ലേ? അവർക്ക് ടാസ്ക് കൊടുക്കുന്ന പുറത്തിരുന്ന ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും അവർക്ക് കണ്ട് രസിക്കാനും ടൈം പാസിനും വേണ്ടിയിട്ടുള്ള ബിഗ് ബോസ് ഇറങ്ങോട്ടുള്ള ഷോ ഇഷ്ടപ്പെട്ട് പോകുന്നത്. അല്ലാതെ ഈ ടാസ്ക് കൈ കിട്ടിയ കൊളാക്കലാണോ വലുത്? ഇത്രയും വലിയ വണ്ടന്മാർ ഇനി ലോകത്തുണ്ടല്ലോ എന്ന് ആലോചിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻസ് കണ്ടു. കുറച്ച് പേര് എന്നോട് പറഞ്ഞു, അതായത് ആര്യൻ എന്തോ തേങ്ങാപ്പണ്ണാക്ക് കിട്ടും, അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് കളിച്ചിട്ടുള്ളത്, ഷാനവാസാണ് ഗെയിമർ എന്നൊക്കെ പറഞ്ഞു. ഇതാണോ നിങ്ങളെ ഗെയിമർ?
എൻ്റെ പൊന്നു മക്കളെ, അറിയില്ല കേട്ടോ നിങ്ങളുടെ ചിന്താഗതി. എൻ്റെ ചിന്താഗതി ഇങ്ങനെ, എൻ്റെ ചിന്താഗതി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് എന്ന ഘട്ടമായിട്ട് പോകേണ്ട ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ബിഗ് ബോസ് ആര്യനും ടീമിനും അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പോയിന്റ് വരെ അക്ബർ ഷാനവാസിനെ വിളിക്കുന്ന സമയത്ത് പോലും അക്ബർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ചങ്ങ ഇങ്ങനെ കൊളാക്കുന്നുള്ളത്. ഒന്നാമത് ഷാനവാസിന് ഗെയിം മനസ്സിലായിട്ടില്ല. രണ്ടാമത്തെ കേസ് ഷാനവാസിൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല. ഷാനവാസ് അടിമക്കണ്ണൻ ടു ആദില നൂറ. ഷാനവാസ് ഇപ്പോൾ ആദിലയും നൂറയുടെയും കൂടെയാണ്. അവരുടെ രണ്ടാളുടെയും നടുക്കിൽ സാൻഡ്വിച്ചായിട്ട് ബണ്ണിൻ്റെ ഉള്ളിൽ ചിക്കൻ സോസേജ് മാതിരി സാൻഡ്വിച്ചായി കിടക്കുകയാണ് ഈ ചങ്ങാതി. അതിനുള്ളിൽ ഇവന് ബുദ്ധി വികസിക്കുന്നില്ല. ഇവൻ ഒറ്റയ്ക്ക് കളിക്കേണ്ട അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ കുറച്ചുണ്ട്. അത് ചെയ്യാതെ ഈ അതുകൊണ്ട് തന്നെയാണ് ഇവന് പ്രശ്നം വന്നത്. അവിടെ ഭയങ്കര വലിയ ഡിസ്കഷൻ ഉണ്ടായിട്ട് ഈ ടാസ്ക് കൊളാക്കി. സത്യം പറഞ്ഞാൽ ടാസ്ക് ഇതാക്കി അവർ അറിഞ്ഞാൽ എന്താ പ്രശ്നം, മറ്റാൾ അറിഞ്ഞാൽ എന്താ പ്രശ്നം, ഞങ്ങൾക്ക് അറിഞ്ഞാൽ എന്താ പ്രശ്നം, ഫുഡ് ഇതെന്നെ പ്രശ്നം. ഒരുത്തനെ അറിയിച്ചു ഷാനവാസിനെ. ഇവർ പറഞ്ഞത് എന്താ, ഷാനവാസ് അറിഞ്ഞാൽ ബാക്കിയുള്ളവർ അറിയും, ടാസ്ക് കൊളാവും. ഓക്കെ, ഷാനവാസ് അറിഞ്ഞു ഈ ടാസ്ക് എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അപ്പോഴും അവിടെ എന്താണെന്നറിയോ, അവിടെ ആ ഒരു എല്ലാം ഗെയിം എന്നുള്ള കണ്ടീഷനിലാണ്. എനിക്ക് അവനെ ഔട്ട് റൺ ചെയ്തിട്ട്, അതായത് അവനെ തോൽപ്പിച്ചിട്ട് എനിക്ക് ഭയങ്കര ബെസ്റ്റ് ഗെയിമർ ആവണം, അല്ലെങ്കിൽ ഇവന് സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവനത് പോയിന്റ്സ് കിട്ടി അവൻ ഗെയിമർ ആവും എന്നുള്ള ആ ഒരു വൃത്തികെട്ട സങ്കുചിത ചിന്താഗതിയാണ്. അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറയുന്നുണ്ട്. അമ്മാവന്മാരെ ഞാൻ കളിയാക്കുന്നില്ല. പക്ഷേ അതൊരു സങ്കുചിത മെൻറ്റാലിറ്റി, നാരോ മൈൻഡഡ് കോൺസെപ്റ്റാണ്. തല ഉപയോഗിക്കുന്നില്ല, മൂള ഉപയോഗിക്കുന്നില്ല. ബാക്കിയും കൂടെ കേട്ടുള്ളൂ. സാബുമാൻ പറഞ്ഞു, സാബു മോൻ പറഞ്ഞിട്ടുള്ളത് വിചാരിച്ച തീരാവുന്ന വിഷയമുള്ളൂ. മനസ്സിലായോ? കാര്യം ഞങ്ങൾ എന്തിനാ ടി വിയിലിരുന്ന് കാണുന്നത്? നിങ്ങൾ ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്നതിന്റെ രസവും അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബുദ്ധിയും അതിലെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ ചില കുശാഗ്ര ബുദ്ധികള്, കള്ളക്കളികള്, ഇതൊക്കെ ചെയ്യാൻ രസമല്ലേ? അല്ലാതെ സത്യല്ലേ? സാബു പറഞ്ഞ് കേട്ടോ? നിങ്ങൾ എത്ര പേര് കേട്ടോ? സത്യല്ലേ ഇത്? ഇതൊക്കെ എന്തിനാണ്? എന്ത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇവർക്ക് എന്ത്? ഷാനവാസ് അവിടെ ഇങ്ങനെ തലയ്ക്ക് ഞങ്ങൾക്ക് തമ്മിൽ കൊടുത്ത പക്ഷേ ഇവ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട്. നമ്മൾ എന്തിനു കാണണം? നമ്മൾ എന്തിനു ഇവരുടെ അടിപിടി കാണണം? നിങ്ങൾ എന്തിനു കാണണം? നിങ്ങൾക്ക് നല്ല രസമുണ്ടോ അടിപിടി കാണാൻ? മാസമായി വരുന്നത് ഇങ്ങനെ നേരം തല്ലുപിടി മാസം അല്ല, കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? അതും കൂടെ അല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഉപയോഗിക്കുന്ന ബുദ്ധിയും അതിലെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ ചില കുശാഗ്ര ബുദ്ധികള്, കള്ളക്കളികള്, ഇതൊക്കെ ചെയ്യാൻ രസമല്ലേ? അല്ലാതെ രണ്ടാമത്തേന് ഈ ടാസ്ക് പിന്നെ ഞങ്ങൾ വെളിയിരുന്ന് എന്ത് കാണും? നിങ്ങൾ തമ്മിൽ തല്ലി കീറുന്ന എത്രയെന്നും പറഞ്ഞ് ഞങ്ങൾ കാണും. സത്യല്ലേ? ഇഷോ, ഇത് പറയാൻ ആ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ചെല്ലണ്ടി വന്നു. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിവരമില്ല. ഇത് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അതിനുള്ള ഇത് കയറി ചെല്ലാനുള്ള ഒരു ക്വാളിറ്റി എങ്കിലും തലയ്ക്ക് വേണ്ടേ? എന്തൊരു കഷ്ടമാണ് ചെയ്യുക. ഇങ്ങനത്തെ ആൾക്കാർ ദുരന്തന്മാരെന്നല്ലാണ്ട് നമ്മൾ എന്താ പറയുക? എന്താ ഞാൻ പറയുക? സത്യം പറയാലോ മക്കളെ, നമുക്ക് സത്യം എനിക്കെന്നെ ഭഗവാനെ ഞാൻ ആലോചിച്ചു. പക്ഷേടാ, നമുക്ക് പ്രതീക്ഷ ഉള്ള ഓരോരുത്തർ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പയ്ക്ക് മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ആര്യന് കിട്ടിയ പ്രശ്നമാകുമല്ലോ, അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് കൊടുക്കേണ്ടി വരും. ഇതാണോ ബിഗ് ബോസ്? നമുക്ക് വേണ്ടുന്ന ഒരു എന്റർടൈൻമെന്റ് അല്ലേ? എത്രത്തോളം അങ്ങനെ ആക്കരുതെന്ന് പറഞ്ഞാലും ഇവിടെ കുറെ പേരുടെ മൈൻഡ് സെറ്റ് എന്താ ജനറലി ടോക്കിംഗ്. ഞാൻ ഒരാളെ പറ്റിയോ ഒന്നല്ല, ഞാൻ ജനറലി ഞാനൊരു ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. ടാസ്ക് വരുന്നു, നിങ്ങൾ ഈ വ്യക്തി വൈരാഗ്യ സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ചെയ്യാം, പക്ഷെ അതിനകത്ത് എന്തൊക്കെ കൗശലങ്ങൾ പ്രയോഗിക്കാം, എങ്ങനെയൊക്കെ ജയിക്കാം. ചില സാധനങ്ങൾ ഫിസിക്കലാണ്, ശരിക്കും ഫിസിക്കൽ തന്നെ ആയിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകെ കറക്റ്റ്. ടാസ്ക് വരുമ്പോൾ വ്യക്തി വൈരാഗ്യങ്ങൾ മാറ്റി വെച്ചിട്ട് അതല്ല, ടാസ്കിൻ്റെ സമയത്ത് ആ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം സാധാരണ വീട്ടിലുള്ള ആൾക്കാരെ പോലെ നടക്കുക. ഇവന്മാർ ടാസ്കിൻ്റെ കഥയിൽ ആരാണ് അവരൊക്കെ സെലക്ട് ചെയ്ത് ചോപ്പി? ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ? നോ എന്ന് പറയുകയാണെങ്കിൽ പോട്ടെ, ആ വഴി വാതിൽ വഴി അടുത്ത് പുറത്ത് ഇറങ്ങിപ്പോയി കുറയണം. ഇതെന്താന്നുള്ള ഈ ഷോ മനസ്സിലാക്കണ്ടേ? അയ്യോ, ടാസ്ക് തീർന്നു. ഇഞ്ചുറി വാങ്ങിച്ചു പിടിക്കുക എന്നുള്ളത് അത് ഉണ്ടാവും. ഇഞ്ചുറി എന്റെ നഖത്തിന്റെ അറ്റത്ത് നിന്ന് ഇളകിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് നഖം ഒടിഞ്ഞു പോയി, എന്റെ 2 മുടി താഴെ വീണെന്നൊക്കെ പറഞ്ഞിട്ട് ടാസ്ക് എല്ലാം വന്നു കഴിഞ്ഞാൽ ടാസ്ക് തീർന്നു. മറ്റാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസം. 2 മുടിയല്ല
അവിടെ അനീഷ് കയറി പിടിച്ചിട്ടോ 2 മുടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ടാസ്കിൽ മുടി വീണ് പറഞ്ഞിട്ട് ഇവരുടെ ജ്യൂസ് റിജക്ട് ചെയ്തല്ലോ. ഈ സാധനമാണ് സാബു പറഞ്ഞത്. ഒരു പക്ഷേ ചിലപ്പോൾ സാബു അങ്ങനെ പറഞ്ഞതല്ല, ആയിക്കൂടായില്ല. സാബുവിന് ഇതുള്ള ആളാണ്. അടുത്ത കേട്ടോളൂ കേട്ടോ. അപ്പം അനീഷ് കയറി പിടിച്ചു. അനീഷ് പറഞ്ഞെന്ന് വെച്ചാൽ ചിന്തിക്ക് അതിനകത്ത് ആ ബോട്ടിനകത്ത് വെള്ളം കളിക്കി വെച്ചിട്ട് ഒരു മുടി ഷാനവാസെ നീ മിണ്ടാതിരി. ഷാനവാസ് ദേവി ഇത് കീപ് ക്വയറ്റ് കുറച്ച് നേരം, കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്നും ഉണ്ടായിരിക്കേ. അറ്റ്ലീസ്റ്റ് ഇന്നൊരു ദിവസത്തേക്കും ഉണ്ടായിരിക്കേ. ഈ എന്തൊരു കഷ്ടമാണ് അല്ലേ. സത്യത്തിൽ ഞാൻ പ്രേക്ഷകരായ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. എന്താ വേണ്ടത് നമുക്ക്? 24 മണിക്കൂർ അടിപിടി കൂടെ, ഒരാൾ അടികൂടുക, മറ്റുള്ള മാസമാവുക, അടുത്ത ആൾ അടികൂടുക, മാസമാവുക, ഇതന്നെയാണോ വേണ്ടത്? അതൊക്കെ റീൽസിലും കട്ട്സിലും വരുന്ന സമയത്ത് മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ രസം ഉണ്ടാവുള്ളൂ. ലൈവ് ഒന്നും കാണുന്നവർക്കൊരു രസമില്ല. അന്ന് എന്ത് രസമായിട്ടാവും ആൾക്കാർ ടാസ്ക് എൻജോയ് ചെയ്തിട്ടുള്ളത്. അതെന്താ ആര്യൻ ചെയ്തുകൊണ്ടാണോ? ആര്യൻ വളരെ ബ്യൂട്ടിഫുള്ളായി ടാസ്ക് ചെയ്തു. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആര്യൻ വളരെ നന്നായി ചെയ്തു. ആര്യൻ ഓരോരുത്തരും അതാത് സമയത്ത് കോംപ്ലിമെൻ്റ് ചെയ്ത് കൊടുത്തു. അറ്റ് സം പോയിന്റ് വേർ അവിടെ ആ ഒരു ഗ്രൂപ്പിസം കാണിക്കാൻ വേണ്ടി നിന്നു. ഗ്രൂപ്പുകൾക്ക് എതിർപ്പ് കൽപ്പിച്ചിട്ടുള്ള ഷാനവാസ് ചെയ്തു. പക്ഷേ ഷാനവാസ് അത് ചെയ്തു പറഞ്ഞാൽ അത് അവിടെ പൊട്ടുന്നുള്ള ഉറപ്പാണെയാണ്. കാരണം ഷാനവാസിന് അടുത്തൊരു അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചൂടെ, അടുത്തതൊരു ഭക്ഷണം, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഷാനവാസിന് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ കാര്യത്തിൽ അവിടെ അനുമോൾ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാൻ കേട്ട്, ബാക്കി ഞാൻ കേൾക്കാത്ത എവിടെയെങ്കിലും ഉണ്ടായെന്നുള്ളത് അറിയില്ല. അനുമോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു ടാസ്ക്കാണ്, ഇത് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് അനുമോൾ ആദിലും ഡോറേനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ പെങ്ങന്മാർക്കും ആങ്ങളയ്ക്കും മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹെയ്റ്റ് ചെയ്യുന്നു ഹുയിറ്റ് ചെയ്യുന്നു ഒക്കെ പറഞ്ഞ് വരാതിരിക്കുക. ഇതിപ്പോൾ ഒരു ശല്യം ഒഴിഞ്ഞ് നോക്കിയപ്പോൾ അടുത്ത ശല്യമാണല്ലോ ഗുരുവായൂരപ്പ. ഒരു ശല്യം എന്തായിരുന്നു? നല്ലത് പറഞ്ഞാൽ PR ആണ്, തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹെയ്റ്റ് ആണോ? ഇപ്പോൾ എന്താ ഞാൻ ചെയ്യുക? ക്യാമറ ഓൺ ചെയ്ത് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാതിരിക്കുക? എനിക്കറിയില്ല. കഷ്ടേന ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. അടുത്ത ലൈവ് പരിപാടികളായിട്ട് വരാം. എന്തായാലും സാബു അതിനുള്ളിൽ വന്നിട്ടുണ്ട്. നെവിൻ ഭയങ്കര അതും കൂടി പറയണ്ടോ, നെവിൻ്റെ ഒരു ഇഷ്യൂ കൂടി ഉണ്ടായി. കാരണം നെവിന് ആര്യനോട് ഭയങ്കരമായിട്ട് ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി കൊണ്ടുവന്നിട്ട് അതൊരു ടാസ്കിൻ്റെ ഘട്ടം നവൻ എല്ലാവരെയും വിളിച്ചെടുത്തി ഡ്രോയിങ് റൂമിൽ വട്ടത്തിരുന്നിട്ട് ഇതാ അവിടെ കുഴിമന്തി, ഇവിടെ മറ്റേ കോഴിക്കാല്, അവിടെ പിസ്സ എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ പോരെ? ഇതൊരു ടാസ്ക് അല്ലേ? ബിഗ് ബോസ് അതിനല്ലേ കൊടുക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് പറയുകയും ചെയ്തു ആ ചങ്ങായിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അടുത്ത പരിപാടി നോക്കാൻ. അത് പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ പരിപാടി ഒഴിവാക്കുക, അതിനെ ഒഴിവാക്കുക, നിങ്ങൾ അടുത്ത ടാസ്ക് മുന്നേറട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബിഗ് ബോസ് അടിയറവ് പറഞ്ഞിരിക്കണോ, കുടുങ്ങിക്കണോ ഈ വക ടീമിനെ കൊണ്ട്. എങ്ങനെ ചെയ്യും ടീമിനെ വെച്ച് മുന്നോട്ട് പോകും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. പിന്നെ ഒരു കാര്യം ഞാൻ കൂടി വളരെ ക്വിക്കായിട്ട് പറയട്ടെ. കുറച്ച് കമൻറ്റുകൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ വീഡിയോ വിലയിരുത്തരുത് കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, ഇപ്പോൾ വേറൊരു ടീം ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇന്നൊരാൾ മെസ്സേജ് അയച്ചു, പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ കമൻസ് കണ്ടിട്ട് വീഡിയോ കാണാതിരുന്നിട്ട് തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ പറഞ്ഞത് ചെയ്യരുത്. ഇത് പർപ്പസ്ഫുള്ളി അവർ വന്ന് കമൻറ്റ് ഇട്ടാണ്. വീഡിയോ ചിലപ്പോൾ 4 മിനിറ്റ് 5 മിനിറ്റ് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ചിലപ്പോൾ 30 സെക്കൻഡിൽ വന്നിട്ട് ആദ്യം തന്നെ കമൻറ്റ് ഇട്ട് പോകും. അത് അതിനുള്ള പരിപാടികൾ ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മളുണ്ടല്ലോ ഈ പല ഗ്രൂപ്പുകളുടെ ഇൻഫർമേഷൻ കിട്ടുന്ന ആൾക്കാരൊക്കെ നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ പറഞ്ഞ കമൻസ് ഉണ്ടാവും. ഇന്ന ആൾ വീഡിയോ ഇട്ടിട്ട് വേഗം പോയി കമൻറ്റ് ഇട്, ഇന്ന ആൾ വീഡിയോ ഇട്ടു അവിടെ പോയി കമൻറ്റ് ഇടുക, ആ കമൻസ് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.